62ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന് തിരിതെളിയാൻ ഇനി മണിക്കൂറുകൾ മാത്രം. കലോത്സവത്തിനായിട്ടുള്ള എല്ലാ സജ്ജീകരണങ്ങളും പൂർത്തിയായതായി പൊതുവിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി ജനം ടിവിയോട് പറഞ്ഞു. ഹരിത കലോത്സവമായിരിക്കുമെന്നും വിവാദങ്ങളില്ലാതെ കലോത്സവം നടക്കട്ടെയെന്നും മന്ത്രി പറഞ്ഞു. അഖിൽ പാലോട്ട് മഠം തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. 62ാമത് സ്കൂൾ കലോത്സവത്തിന്റെ വലിയ ഒരുക്കങ്ങൾ കൊല്ലത്ത് പൂർത്തിയായി കഴിഞ്ഞു. ഇപ്പോൾ വിദ്യാഭ്യാസ മന്ത്രി തന്നെ നമ്മളോടൊപ്പം ചേരുന്നത്. മീൻസ് എന്തായാലും കൊല്ലത്ത് വലിയ ഉത്സവത്തിന്റെ ഒരു പ്രതിനിധി തന്നെയാണ് വരാൻ പോകുന്നത്. എല്ലാ ഒരുക്കങ്ങളും 99% പൂർത്തീകരിച്ചിട്ടുണ്ട്. നാളെ രാവിലെ ഇത് തുടങ്ങുകയും ചെയ്യണം. എങ്ങനെ പ്രതികരിക്കുകയാണെങ്കിൽ 15 വർഷത്തിന് ശേഷമാണ് കൊല്ലത്ത് വെച്ച് ഇപ്പോൾ നടക്കുന്നത് 62ാമത് സ്കൂൾ കലോത്സവം. കേരളത്തിലെയും ഇന്ത്യയിലെയും മാത്രമല്ല ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ വിദ്യാർത്ഥികളുടെ കലോത്സവം എന്നാണ് കണക്കാക്കപ്പെടുന്നത്. വലിയ തയ്യാറെടുപ്പാണ് നടത്തിയിരിക്കുന്നത്. കാരണം 14,000-ഓളം വരുന്ന വിദ്യാർത്ഥിനികൾ എത്തിച്ചേരുകയാണ്. അവരവരുടെ കുടുംബാംഗങ്ങൾ, എസ്കോർട്ടിംഗ് ടീച്ചേഴ്സ് എല്ലാം എത്തിച്ചേരുന്നു. അവരുടെ ഭക്ഷണം, അക്കോമഡേഷൻ, അവരുടെ കളികളുടെ ജഡ്ജ്മെൻറ്റ്, അങ്ങനെ ഒട്ടേറെ പ്രശ്നങ്ങൾ നമുക്ക് അഭിമുഖീകരിക്കേണ്ടതായി വരും. കുറ്റമറ്റതായി നടത്തി തീർക്കുക എന്നുള്ളതാണ് ലക്ഷ്യം. കഴിഞ്ഞ കോഴിക്കോട് നടന്ന കലോത്സവം ആ രൂപത്തിൽ നടത്തി തീർക്കുന്നതിന് വേണ്ടി കഴിഞ്ഞു. കഴിഞ്ഞ ഒരാഴ്ചക്കാലമായിട്ട് ഞാൻ കൊല്ലത്ത് തന്നെ ഉണ്ട്. വലിയൊരു ടീം വർക്കാണ് ഇവിടെ നടക്കുന്നത്. എല്ലാ MLA-മാരും കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി സഹകരിക്കുന്നുണ്ട്. ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് മനുഷ്യസാധ്യമായ മുഴുവൻ കാര്യങ്ങളും ഈ കലോത്സവം വിജയിപ്പിക്കുന്നതിന് വേണ്ടി നടത്തുകയാണ്. നാളെ രാവിലെ കൃത്യം 10 മണിക്ക് മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. അതോടുകൂടി 5 ദിവസം നീണ്ടു നിൽക്കുന്ന മേളയ്ക്ക് തുടക്കമാണ്. ഈ കലോത്സവം ഒരു ഹരിതോത്സവമായി മാറുകയാണ്. ഹരിത പ്രോട്ടോകോൾ ഉപയോഗിച്ചാണ് കലോത്സവം നടക്കുന്നത് തന്നെ. ആ തരത്തിലൊരു ഉത്സവ പ്രതിനിധി ഉണ്ടാക്കാൻ വേണ്ടി സർക്കാരിന് സാധിക്കുന്നുണ്ട്, വിദ്യാഭ്യാസ വകുപ്പിന് സാധിക്കുന്നുണ്ട്. എന്തൊക്കെ മുന്നൊരുക്കങ്ങളാണ് അതിൻ്റെ ഭാഗമായിട്ട് നടക്കുന്നത്? ഹരിതോത്സവം എന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതൊരു നമ്മുടെ സമൂഹത്തിൻ്റെ ബോധവൽക്കരണത്തിൻ്റെ പ്രശ്നമാണ്. ഞാനും നിങ്ങളും സമൂഹമാകെ തന്നെ ചിന്തിക്കേണ്ട പ്രശ്നമാണ്. പ്ലാസ്റ്റിക് ഉപേക്ഷിക്കുക, ഗ്രീൻ പ്രോട്ടോകോൾ പാലിക്കുക, ഇതെല്ലാം നമ്മൾ സ്വയം ഓരോരുത്തരും തീരുമാനിക്കേണ്ടത്. നിയമം മാത്രം കൊണ്ട് അടിച്ചേൽപ്പിക്കാൻ വേണ്ടി പറ്റുന്നതല്ല. എങ്കിൽ തന്നെ നമുക്കൊരു പ്രചരണവും പ്രവർത്തനമൊക്കെ നടത്താം. മെല്ലെ അതിലത്തേക്ക് എത്തിക്കാൻ വേണ്ടി ശ്രമിക്കാം. ഈ കല നിറയുകയാണ് കൊല്ലത്ത്. ഒരു ആരവം തന്നെയാണ് കൊല്ലത്ത് വിദ്യാർത്ഥികളുടെ മനസ്സിലുണ്ടാകുന്നത്. അപ്പോൾ വിദ്യാഭ്യാസ വകുപ്പിൻ്റെ പൂർണ്ണമായ എല്ലാ സംവിധാനങ്ങളും ഇതിൻ്റെ ഭാഗമായി ഒരുങ്ങിക്കഴിഞ്ഞു. അതാണ് ഞാൻ പറഞ്ഞത്. വിദ്യാഭ്യാസ വകുപ്പിൻ്റെ മുഴുവൻ സംവിധാനങ്ങളും കഴിഞ്ഞ 2 ആഴ്ചക്കാലമായിട്ട് കൊല്ലത്ത് കേന്ദ്രീകരിച്ചിരിക്കുകയാണ്. പ്രിൻസിപ്പൽ സെക്രട്ടറി മുതൽ മന്ത്രി മുതൽ താഴെയുള്ള ഒരുപാട് ജീവനക്കാരുടെ കേന്ദ്രീകരിച്ചിരിക്കുകയാണ്. എല്ലാം എന്ത് വില കൊടുത്തും കുറ്റമറ്റതായി കലോത്സവത്തെ വിജയിപ്പിക്കുന്നതിന് വേണ്ടി എല്ലാവരോടൊപ്പം തന്നെ എൻ്റെ ഉദ്യോഗസ്ഥന്മാർ രംഗത്ത് വന്നിട്ടുണ്ട്. മന്ത്രി സൂചിപ്പിച്ചതുപോലെ തന്നെ കൊല്ലം വലിയ ഉത്സവത്തിന്റെ ലഹരിയിലാണ്. കല നിറയുന്ന കൊല്ലത്തിന്റെ ആരവം സൃഷ്ടിക്കാൻ ടീം ജനവും തയ്യാറായി കഴിഞ്ഞു. കൊല്ലത്ത് നിന്നും ടീം ജനത്തിനൊപ്പം അഖിൽ പാലോട്ട് മഠം.